നമസ്കാരം. ദി അൺഎക്സ്പ്ലെയിൻഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, വളരെ പ്രാക്ടിക്കലി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമുക്ക് ആക്ച്വലി ഒരു ചോദ്യം വന്നിരുന്നു, ഒരു വ്യൂവറിൽ നിന്നൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ ആ ചോദ്യമാണ് ഇന്ന് ശാന്ത ടീച്ചറിനോട് ചോദിക്കുന്നത്. ചേച്ചി ഒരാൾ ചോദിച്ചതാണ്, അതായത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്, ഒരുപാട് വ്യക്തികൾ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ചില അനുഭവങ്ങൾ വരാനുള്ളത് കൊണ്ട് ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് വരുന്നതാണോ, അതോ ചില വ്യക്തികൾ ജീവിതത്തിലേക്ക് വരുന്നത് കൊണ്ട് ചില അനുഭവങ്ങൾ വരുന്നതാണോ? ഇത് ഏതാണ്? ഈ കോഴിയാണോ ആദ്യം വന്ന് മുട്ടയാണോ എന്ന ചോദ്യം പോലെ. മാവാണോ തീർച്ചയായിട്ടും ഒരാളിൻ്റെ അനുഭവം എന്ന് പറയുന്നത് അയാളുടെ അനുഭവം തന്നെയാണ്. അപ്പൊ ആ അനുഭവം തരാൻ വേണ്ടിയുള്ള ഒരു വ്യക്തി ജീവിതത്തിലേക്ക് വരിക. ഇപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ ഈ റൂമിൻ്റെ ഡോറ് നമ്മൾ തുറന്നു കൊടുത്താലേ ആൾക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു ജീവിതത്തിൽ ശക്തമായ പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകും, നെഗറ്റീവും ഉണ്ടാകും. കഴിഞ്ഞൊരു ഇടയ്ക്ക് ഞാൻ ഒരാളുടെ ജാതകം നോക്കിയായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ അമിതമായിട്ട് മദ്യപിക്കുകയാണ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മദ്യപിക്കുന്നു. അത് അവർക്ക് വിശ്വസിക്കാനേ പറ്റില്ല. കാരണം അങ്ങനെ അത്രയും നല്ല സ്വഭാവത്തിൽ ഇരുന്ന ഒരാളാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മദ്യപിച്ചതിന് ശേഷം ഭാര്യയ്ക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ജാതകം അനലൈസ് ചെയ്ത് ഇപ്പോൾ മനസ്സിലായൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ വിവാഹത്തിന് ശേഷമാണ് ഈ വ്യത്യാസം ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് എൻ്റെ അടുത്ത് ഈ ജാതകം കാണിച്ചത്. അപ്പോൾ അവർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നല്ലൊരു സ്ത്രീയാണ്, അവർക്ക് ജോലിയുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ പക്ഷേ നമ്മൾ അവരോട് സംസാരിക്കും, ഇയാൾ വിവാഹം കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് പറയാൻ പാടില്ല, മാത്രമല്ല അതുകൊണ്ടല്ല താനും. പക്ഷെ ഒരു വർഷം ഞാൻ ചോദിച്ചു, ആ വർഷമാണ് ഈ സ്വഭാവം ഇദ്ദേഹത്തിൽ പ്രകടമായത്. ആ വർഷമാണ് ഭാര്യയെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹത്തിൻ്റെ ദശാകാലം തുടങ്ങിയത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഇത് എന്താണ്, എന്തെങ്കിലും അവർ തമ്മിൽ പ്രശ്നമില്ല, വളരെ സാധുവായിട്ടുള്ളൊരു സ്ത്രീയാണ്, അവർ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ലാതിരിക്കുന്നവരോട് നമ്മളൊരു പ്രശ്നവും തുടക്കമിട്ട് കൊടുക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഭാര്യയെ പറ്റി എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നോ? ഇവരുടെ ഒരു റിലേറ്റീവിനോട്, എൻ്റെ അടുത്ത ഒരാളിനോട് ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല അവർ എന്നൊരു പറയുകയും ആ സമയത്തൊക്കെ കുറേ ദുഃഖം ഉണ്ടാകുകയും അതിനുശേഷം ഇങ്ങനെ മദ്യപാനത്തിലേക്ക് പോവുകയും ചെയ്തു. അന്നാണിത് തുടക്കമിട്ടത്. പക്ഷേ ഈ സ്ത്രീയെ ഇപ്പോൾ അവർക്കൊരു കുറ്റവും ഇല്ലാത്ത ഒരു സ്ത്രീയാണ്. കുറ്റമില്ല എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു പ്രശ്നമില്ലാത്ത ഒരു സ്ത്രീയാണ്. ഭർത്താവിനോട് വഴക്കുണ്ടാക്കുന്നില്ല, മദ്യപിച്ചിട്ടും വഴക്കുണ്ടാക്കുന്നില്ല, അങ്ങനത്തെ ഒരു സ്ത്രീയാണ്. അപ്പോൾ ചിലരുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാകും, ഇങ്ങനെയായിരിക്കണം, ഇത്രയും ഇതുപോലെ സ്മാർട്ടായിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം രൂപം എന്നൊക്കെ തോന്നുകയാണ്. അപ്പം ആ രീതിയിലല്ല എൻ്റെ ഭാര്യ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനൊരു ദുഃഖത്തിനേക്കാൾ കൂടുതലായിട്ട് ആ ജാതകത്തിൽ കണ്ടത് ഈഗോയ്ക്കൊരു ഏറ്റ ഒരു ക്ഷതമായിട്ടാണ്. അഭിമാനത്തിന്, എനിക്ക് എന്നെ പോലൊരാൾക്ക് ഇങ്ങനെ ആവേണ്ടതില്ല എന്നുള്ള ആ ഒരു ദുരഭിമാനം വന്നിട്ടത് ഒരു മാനസിക വൈകല്യത്തിലേക്കാണ് പോയത്. ഇപ്പൊ ഇങ്ങനെ മദ്യപിക്കുന്ന പറഞ്ഞ ഒരു മനസ്സിന്റെ വൈകല്യം കൊണ്ട് തന്നെയാണ്. ശരിക്കും ഒരു ജോലിയൊക്കെ ചെയ്യുന്ന ആളാണ്, സാധാരണ ജീവിതം നയിക്കുന്ന ആളാണ്, പക്ഷേ ഒരു മനോവൈകല്യം അദ്ദേഹത്തിനുണ്ട്. ആ മനോവൈകല്യത്തിന് ചികിത്സ എടുത്താലേ ഈ രോഗത്തിൽ നിന്ന്, ഈ ഒരു അഡിക്ഷനിൽ നിന്ന് അദ്ദേഹം പോവുള്ളൂ. കാരണം ആ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ ഒരു അഭിമാനത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഒരു ഭാര്യയാണെന്ന് എന്തോ ഒരു കാരണം കൊണ്ട് തോന്നിയതായിരിക്കും, ഒരു നിമിഷത്തെ തോന്നലായിരിക്കും. പക്ഷെ അത് അദ്ദേഹത്തിനെ ഒരു മനസ്സിൻ്റെ ഒരു വേറൊരു അവസ്ഥയിലേക്ക് എത്തിച്ചു. അതിപ്പോൾ വർഷങ്ങളായിട്ട് 10-18 വർഷമായിട്ട് അതിങ്ങനെ തുടർന്ന് പോവുകയാണ്. അപ്പം അതിനൊരു ആ ഡോറ് ഓപ്പൺ ചെയ്തത് ഈ ഒരു ആളായിരുന്നു. ഈ ആള് ഈ ഭാര്യ ജീവിതത്തിൽ വന്നു തരുന്ന അന്ന് മുതലാണ് അദ്ദേഹത്തിൻ്റെ ഇത്ര ദുഃഖത്തിലും ക്ലേശത്തിലും അല്ലെങ്കിൽ അസ്വസ്ഥതയിലും ഒക്കെ പോകേണ്ട കർമ്മം സ്റ്റാർട്ട് ചെയ്തത്. അത് പൂർവ്വ കർമ്മമായിട്ട് നിശ്ചയിക്കപ്പെട്ട ഒരു സമയമാണ്, ഒരു വ്യക്തിയുമാണ്. അങ്ങനെയുള്ള അനവധി അനുഭവങ്ങൾ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകളുടെ ജീവിതത്തിൽ ചിലപ്പോൾ വിവാഹത്തിന് ശേഷമായിരിക്കും അവരുടെ കർമ്മങ്ങളൊക്കെ, ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ആരംഭിക്കുക. ചിലർ
ആകുമ്പോഴായിരിക്കും ചില കുട്ടികൾ സോള് അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ ആ സോള് ഭൂമിയിൽ ജനിക്കുക പോലും വേണ്ട, ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ മാനസിക പിന്നെ അവസ്ഥകൾ മാറുക. ഇതുപോലെ ഉന്മാദാവസ്ഥയിൽ പോകണമെന്നല്ല പറഞ്ഞത്, അല്ലാതെ തന്നെ കർമ്മത്തിന്റെ ഒരു ഗതിയെ മാറുകയാണ്. തോട്ട് പ്രോസസ്സ് മാറുന്നു, അല്ലെങ്കിൽ അവർ വളരെ ഡിപ്രഷനിലേക്ക് പോകുന്നു, അല്ലെ അവരുടെ ജീവിത ചുറ്റുപാടുകൾ വളരെ മോശമാകുന്നു, അവരോടെല്ലാവരും മോശമായിട്ട് പെരുമാറുന്നു. അങ്ങനെയുണ്ട്. ഗർഭത്തിലിരിക്കുമ്പോൾ തന്നെ അമ്മ അങ്ങനെ സഫർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിനുശേഷം കുട്ടി ജനിക്കുമ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന വ്യക്തിയോ സാഹചര്യമോ ആണെന്ന് നമുക്ക് തോന്നാത്ത രീതിയിൽ അവർ ഇതുപോലുള്ള കർമ്മങ്ങൾ, ക്ലെൻസ് ചെയ്യപ്പെടേണ്ട കർമ്മങ്ങളിലേക്ക് പോവുകയാണ്. പോയിട്ട് തീവ്രമായിട്ടുള്ള ദുഃഖം അനുഭവിക്കുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ ആ കുട്ടിയും അമ്മയുമാണെങ്കിലും അവർ മാറി താമസിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മത്തിൽ നിന്ന് അവർക്ക് വ്യത്യാസം സംഭവിക്കും. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് കർമ്മം തീരുമ്പോൾ അവർ തന്നെ വേർപിരിഞ്ഞ് താമസിക്കാനുള്ള സാഹചര്യം വരികയും അപ്പോഴവരുടെ കർമ്മങ്ങളെല്ലാം വ്യത്യസ്തമാകുകയും ചെയ്യും. ചിലർക്ക് ഈ വ്യക്തികളല്ല, ചില സ്ഥലങ്ങളാണ്. ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുമ്പോൾ അവരുടെ സമൂലമായിട്ടുള്ള ആ പിന്നെ അനുഭവങ്ങൾ മാറും. ഞാനൊക്കെ അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് ഓടിയെത്തിയത്. ഒരു നിമിഷം കൊണ്ട്, അതായത് ഞാൻ പണ്ട് എൻ്റെ കേതു എന്ന് പറയുന്ന ശകലം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ആളുകളും സാഹചര്യങ്ങളും എല്ലാം മാറി. അതൊരു പ്രാക്ടിക്കലായിട്ട് ആലോചിക്കുമ്പോൾ അങ്ങനെയാണല്ലോ എന്നും തോന്നും അല്ലേ? പുതിയൊരു സ്ഥലത്ത് വരുമ്പോൾ പുതിയ ആൾക്കാരാണല്ലോ. പക്ഷെ അത് മോശമാവാൻ നല്ലതാവാം കർമ്മത്തിലേക്ക് വരുമ്പോൾ. അത് ഒരു പ്ലാൻഡ് ആയിട്ട് ചെയ്തതൊന്നുമല്ല, ഒരു ദിവസം കൊണ്ട് തീരുമാനിച്ചതാണ്. മനസ്സിലായില്ലേ? അത് ഫോഴ്സ്ഫുള്ളി നമ്മളെ പ്രകൃതി അങ്ങനെ തന്നെ കൊണ്ടുപോകുന്നു. ചില കേസുകളിൽ അങ്ങനെയാണ്. ഇപ്പം പേരൻസുമായിട്ട് കുട്ടികൾക്ക് അങ്ങനെ ഒരു കർമ്മബന്ധം ഉണ്ടെങ്കിൽ ചിലർ കാണാറില്ലേ, കുട്ടി ഉണ്ടായതിനു ശേഷം അച്ഛനും അമ്മയും വേർപിരിയുന്നത്. അത് അവരുടെ ഒരു കർമ്മമാണ്. ആ ആളുകൾക്ക് ആ കുട്ടി ജനിക്കണം, പക്ഷെ അതിനുശേഷം അവർ തമ്മിൽ പിരിഞ്ഞു. ആ ഒരു റോളേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള അനുഭവങ്ങൾ കുട്ടിക്ക് ഭൂമിയിലേക്ക് വരാനുള്ള മാർഗം മാത്രം, ഉപാധി മാത്രമായിരുന്നു. പിന്നെ അവർക്ക് ആ കുട്ടിക്ക് അച്ഛനെ പിരിയുന്നതുകൊണ്ടോ അമ്മയെ പിരിയുന്നതുകൊണ്ടുള്ള ദുഃഖം ഉണ്ടാകും. അവര് പാർട്ണറെ പിരിയുന്നതുകൊണ്ടുള്ള ദുഃഖമോ സുഖമോ എന്തായാലും ഒരു പ്രകടമായ മാറ്റം വരികയാണ്. അതുപോലെ തന്നെ ജീവിത പങ്കാളിയാകാം, അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചില ബന്ധങ്ങളാവാം, ചില പിന്നെ സ്ഥലങ്ങളാകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ഥലങ്ങളാകാം, ചിലപ്പോൾ ചില സൗഹൃദങ്ങളാകാം. ചില സൗഹൃദങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ടോട്ടലി നമ്മുടെ മനോഭാവവും ജീവിതവും എല്ലാം മാറുന്ന കാണാറില്ലേ? അപ്പൊ അത് അവര് നിശ്ചയിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തി വന്നിട്ട് അവർക്ക് എക്സ്പീരിയൻസ് കൊടുക്കുക, അത് പോസിറ്റീവോ നെഗറ്റീവോ ആകാം. ചേച്ചിയുടെ തന്നെ ചേച്ചി നിരന്തരമായി യൂസ് ചെയ്യുന്ന ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമയബന്ധിതമായി ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അപ്പോൾ എന്ത് കർമ്മമായിട്ടാണോ വരുന്നത് ആ കർമ്മത്തിൽ നമ്മളും കൂടെ ഇൻവോൾവ് ആകുന്നു. അതനുസരിച്ച് ആ കർമ്മത്തിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ ഓരോ ഡ്രാമയുടെ ഓരോ സീനുകൾ അഭിനയിക്കുന്നത് പോലെ അത് അഭിനയിച്ചു പോകുന്നു. എത്രമാത്രം നമുക്ക് ചോയ്സ് ഉണ്ട് ഇതില്? പ്രകടമായ കാര്യങ്ങളിൽ ചോയ്സ് ഇല്ല, ശക്തമായിട്ടുള്ള കാര്യങ്ങളിൽ. അല്ലെങ്കിൽ അതിനു മുൻപ് അത്രമാത്രം നമ്മൾ സാധനയൊക്കെ ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ ഇതിനല്ലേ വന്നിരിക്കുന്നത്. ഇപ്പൊ ഒരു കുട്ടിയെ കൊണ്ട് ദുഃഖം അനുഭവിക്കണം, അതിനല്ലേ അവർ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചോയ്സ് ഇല്ലല്ലോ. ചില ആൾക്കാർ ശരിക്കും ചേച്ചി സൗഹൃദങ്ങൾ എന്നൊക്കെ പറഞ്ഞപ്പം നമുക്ക് സോഷ്യലി അല്ലെങ്കിൽ ബൈ ബർത്ത് ഒന്നും ഒരു ബന്ധമില്ലാത്ത ചില ആൾക്കാർ ജീവിതത്തിൽ വന്നിട്ട് ഭയങ്കര മാറ്റങ്ങൾ ലൈഫിൽ വരാറുണ്ട് പലർക്കും. ആ മാറ്റം ഉണ്ടാകേണ്ട വ്യക്തി നിശ്ചയിക്കപ്പെട്ട് അതിനു വേണ്ടിയിട്ട് ജന്മം എടുത്ത വ്യക്തി തന്നെയാണ്. ഇപ്പൊ ജീവിത പങ്കാളിയായാലും ആ വ്യക്തി ആളിന്റെ ജീവിതത്തിൽ വരിക, ആളിങ്ങനെ മാറുകയും ചെയ്യണം എന്നുള്ള നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ കുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവര് വന്നു, അവര് ഇവരുടെ ജീവിതത്തെ ഇത്രമാത്രം മാറ്റുക. ചിലപ്പോൾ അവരെ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഉയർത്തുന്നതായിരിക്കും. സമൂഹത്തിൽ ഭൗതിക തലത്തിൽ നോക്കുമ്പോൾ അവർക്ക് തീവ്ര വേദന കൊടുക്കുന്നതായിരിക്കും. പക്ഷെ വ്യക്തി അതനുസരിച്ച് ഉന്നതിയിലേക്ക് കൊണ്ടുപോകുന്നതാകാം. അങ്ങനെ പലതരത്തിലാകാം, മോശമാകാം, നല്ലതാകാം. ചിലരുടെ മക്കളുണ്ടായി കഴിയുമ്പം ഭയങ്കര നല്ലതും ഒത്തിരി നല്ല മാറ്റങ്ങൾ വരുന്ന. തീർച്ചയായിട്ടും അവൾ അല്ലെങ്കിൽ അവനാണ് നമ്മുടെ ഐശ്വര്യം. പലരുടെ ജാതകം കാണുമ്പോൾ ചോദിക്കാറുണ്ട്, ഈ കുട്ടി ജനിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടായില്ലേന്ന്. ഇപ്പൊ നമ്മൾ ചിലർ പറയും കുട്ടി ഇപ്പൊ വേണം, ഈ ഇല്ല, നമ്മൾ അതിൻ്റെ ഉള്ള ഭൗതിക സാഹചര്യങ്ങൾ വളരെ മോശമാണ്. ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് ആ സാഹചര്യങ്ങൾ മാറ്റാനുള്ള ഒരു കുട്ടി ജനിക്കാനാണ് യോഗം ഉള്ളത്. പിന്നെ നിങ്ങൾ എന്തിനാ അതിനെപ്പറ്റി പറയുന്നത്? ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കുട്ടിയായാലും ജീവിത പങ്കാളിയായാലും സുഹൃത്തുക്കളായാലും ഏത് തരത്തിലുള്ള പിന്നെ
കൂടുതൽ ഇടപെടുന്ന വ്യക്തികൾ ആ. വരുന്നത് അവരൊരു നിശ്ചിത കർമ്മമായിട്ട് തന്നെ മനസ്സുകൊണ്ട് അടുപ്പം വരുന്ന വ്യക്തി. മനസ്സുകൊണ്ട് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികൾ, ഡേ ടു ഡേ കാണുന്ന വ്യക്തികളല്ല. മനസ്സിലായി. കാഷ്വൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് അല്ല. അല്ല അത് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ അബദ്ധങ്ങളിൽ ചാടുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് വേറെ കാര്യം. അതല്ല, ശക്തമായിട്ടുള്ള നമ്മളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അത് സമയബന്ധിതമായിട്ട് തന്നെയാണ്. ആ പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് തന്നെയാണ് അവർ വരിക ജീവിതത്തിൽ. ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഇടപെട്ട് ചില ബിസിനസ്സുകളിൽ ചില ചേരാത്ത ബന്ധങ്ങളിൽ പോയിട്ട് കൂട്ടിച്ചേർന്ന് ബിസിനസ്സൊക്കെ ചെയ്ത് വലിയ നഷ്ടങ്ങളും പ്രശ്നങ്ങളും സൂയിസൈഡ് വരെ ചെയ്ത കേസുകൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ നിമിത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ നിശ്ചയിക്കപ്പെട്ടതാണ്. അല്ലാതെ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ മുന്നേ മനസ്സിലാക്കിയിട്ട് നമുക്കതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതിനെ ഒഴിവാക്കാൻ പറ്റും. നേരത്തെ അതിനെപ്പറ്റിയുള്ള ഒരു അറിവുണ്ടെങ്കിലും. പക്ഷെ അപ്പം സാധാരണഗതി വളരെ ശക്തമായിട്ടുള്ളതല്ല. അല്ല, പക്ഷെ അപ്പോഴും ആ കർമ്മം എന്തെങ്കിലും അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. ഒരു അങ്ങനെ അതൊരു പറയുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ അനുഭവിക്കാനുള്ള ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ കണ്ടു, നമ്മളത് കടന്നുപോയി, അതുകൊണ്ട് ഇത് ഇനിയും വേറൊരു സമയം അനുഭവിക്കണം, അങ്ങനെയൊന്നുമില്ല. ആ ഒരു അവയർനെസ്സോടുകൂടിയല്ലേ നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു വരികയാണ്. കർമ്മം എന്ന് പറയുന്നത് ഇതൊക്കെ അനുഭവിക്കാനുള്ളത് തന്നെയാണ്. നമ്മൾ അതിനെ തിരിച്ചറിയുമ്പോൾ തന്നെ വ്യത്യാസം വരികയാണ്. അതിൽ എപ്പോഴും ഹസ്തരേഖ ക്ലാസ്സിലെ ആളുകൾ ഈ രേഖ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ രേഖയ്ക്ക് വ്യത്യാസം വരുന്നു. അത് എത്രയോ പിക്ചേഴ്സൊക്കെ ക്ലാസ്സിലെ ആളുകൾ നേരത്തെ ഉള്ളതും പിന്നുള്ളതും നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഒരെണ്ണം പറഞ്ഞിട്ടുണ്ട് ചേച്ചി, ഒരു മൗണ്ട്. അപ്പൊ നമ്മൾ ആ അവയർനെസ് വരിക. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ ഒരു ദോഷം ഉണ്ടാകാൻ പോകുന്നുണ്ട്, ഈ സൗഹൃദത്തിൽ നമ്മൾ നിൽക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് അപ്പോൾ അത് ഉപേക്ഷിക്കുന്നതിന് ഒരു സംഘർഷമുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ ഒരു അവയർനെസ് ഉണ്ട്, അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയോ, ഇത് നമ്മളുടെ നല്ല ഒരു മനസ്സിന്റെ അവസ്ഥ ഉണ്ടാവുമല്ലോ. പല കാര്യങ്ങൾ ചെയ്തിട്ടോ ദാനം ചെയ്തിട്ടോ അല്ലെ പ്രാർത്ഥനാപൂർവ്വം, അല്ലെങ്കിൽ നമുക്കൊരു ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അപ്പൊ നമ്മൾ ഇതിൽ പെടാതെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം ഉണ്ടായി എന്ന് പറയുന്നതിനെ ഞാൻ ചോദിക്കുമായിരുന്നു. വളരെ പീസ്ഫുൾ ആയിട്ട് ഒരു ഫെയ്ത്തിൽ ഇരിക്കുന്നവർക്കും അതൊരു തീർച്ചയായിട്ടും നന്നായിട്ടേ വരുള്ളൂ. തീർച്ചയായിട്ടും അതൊരു വലിയ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു വിശ്വാസം ഭയങ്കര ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും ആണ്. ശുഭാപ്തി വിശ്വാസം കൊടുക്കുന്നത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമാണ് മനുഷ്യർക്ക് ശുഭാപ്തി വിശ്വാസം കൊടുക്കുന്നത്. എനിക്കിതിൽ ആദ്യം ചേച്ചി പറഞ്ഞൊരു ലൈൻ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. അതായത് ഈ കല്യാണം കഴിച്ച ആ സമയത്ത്, അതായത് ഭാര്യയുടെ സ്ഥാനത്ത് നിന്നുള്ള ഇൻഫ്ലുവൻസ് വരാൻ സാധ്യതയുള്ള ഒരു പ്ലാനറ്ററി പൊസിഷൻ വന്നപ്പോഴാണ് പുള്ളിക്ക് മാറ്റം ഉണ്ടായത്. അപ്പോൾ ശരിക്കും നമുക്കിപ്പം ഞാൻ ആരാണെങ്കിലും നോട്ട് നെസസറി ഇപ്പോൾ റിലേഷൻഷിപ്സിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ ആദ്യത്തെ 5 വർഷം ചിലപ്പം എൻ്റെ ഭർത്താവിൻ്റെ കൊണ്ടുള്ള ആ പ്ലാനറ്ററി പൊസിഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ വരില്ലേ? അപ്പം നമ്മളെ ഹസ്ബൻഡ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ലൈഫ് പാർട്ട്ണർ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്ലാനറ്ററി പൊസിഷൻ വരുമ്പോഴാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്യണേ. അല്ല, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇപ്പം വിദേശത്ത് പോയി താമസിക്കുന്നു, അല്ലെങ്കിൽ പിരിഞ്ഞ് താമസിക്കാം, ആ സമയത്ത് അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ ഹാപ്പൻ ചെയ്യുവാണെങ്കിൽ ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് കുറയും. അപ്പൊ ശരിക്കും നമ്മളുടെ ഇപ്പം ഹസ്ബൻഡിന്റെ ഒരു പൊസിഷൻ നമുക്ക് 7ാം ഭാവം, ഭർത്താവോ ഭാര്യയോ ജീവിത പങ്കാളിയുടെ പൊസിഷൻ, അതുപോലെ സൗഹൃദങ്ങൾക്കോ വളരെ അടുപ്പമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്ന ആൾക്കാർക്കോ ഒക്കെ പൊസിഷൻ ഉണ്ടോ ജാതകത്തിൽ? തീർച്ചയായിട്ടും 3ാം ഭാവം കൊണ്ട് സുഹൃത്തുക്കളെ പറയുന്നതാണ്. അതുപോലെ തന്നെ 11 വളരെ നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ അടുത്ത് പെരുമാറുന്ന ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളുടെ പിന്നെ മനസ്സിന്റെ ഒരു സന്തോഷം കൊണ്ട് അത് ചിലപ്പോൾ നമ്മളെ പൂർവ്വ ജന്മമായിട്ട് നമ്മളുടെ അടുത്തേക്ക് വരുന്ന വ്യക്തികൾ, കാർമിക കണക്ഷൻ ആവാം. അപ്പോൾ അങ്ങനെ പുരാതനമായിട്ടുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാകാം. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ അവിടെ നല്ല ശുഭഗ്രഹങ്ങളാണ് നിൽക്കുന്നത്, അവരെ കൊണ്ട് നമുക്ക് ജീവിതത്തിൽ വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ഭാവഗ്രഹങ്ങളാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ദുഃഖമുണ്ടാകും. അപ്പൊ അവരെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെ നമ്മളിപ്പം ഈ 12 രാശികളാണുള്ളത്. ആ 12 രാശികൾ കൊണ്ട് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ നമ്മൾ മരിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ലഗ്നം കൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ സുസ്ഥിതി, ആരോഗ്യം, രൂപം, അങ്ങനെ അനവധി കാര്യങ്ങൾ, ആയിരക്കണക്കിന് കാര്യങ്ങൾ. 2ാം ഭാവം കൊണ്ട് നമ്മുടെ വാക്കിനെ പറ്റി പറയും, അത് ബാഹ്യമായ ഒരു കാര്യമാണ്, പുറം ലോകമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന. നമ്മുടെ ആഹാര രീതിയെ പറയും, അത് നമ്മുടെ
ആഭ്യന്തരമായിട്ടുള്ള കാര്യമാണല്ലോ. അതുപോലെയാണ് സൗഹൃദം, എല്ലാ കാര്യങ്ങളും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കൊണ്ട് ഒരു സോള് ഭൂമിയിൽ വന്ന് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇവിടുന്ന് മാറ്റപ്പെടുന്നു, അതുവരെയുള്ള 12 ഭാവങ്ങളാണ്. എല്ലാ ഇൻട്രാക്ഷൻസും വരും, എല്ലാവരും വീടുമായിട്ടുള്ളതും ബന്ധുക്കളായിട്ടുള്ളതും പ്രേമവും എല്ലാം. എല്ലാ ഒരു പൊസിഷൻ ഇങ്ങനെ ഒന്നൊന്ന് ഡിഫൈൻഡ് അല്ല, അതിൽ മൾട്ടിപ്പിൾ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ഉണ്ടാവാം. ഓരോ ഭാവങ്ങൾക്ക് ഓരോ പ്രത്യേകതയുണ്ട്. ഇപ്പൊ ലഗ്നം എന്ന് പറയുന്ന 1-ാം ഭാവം കൊണ്ട് ശരിക്കുള്ള നമ്മള്, അതായത് പുറംലോകം കാണുന്ന നമ്മളും ശരിയായിട്ടുള്ള നമ്മളും രണ്ടും രണ്ടാണല്ലോ. എല്ലാവർക്കും അനവധി മാസ്കുകൾ ഉണ്ടല്ലോ. അപ്പൊ അതില് അവര് പുറംലോകം അവരെ എങ്ങനെ കാണുന്നു, പിന്നെ അവരെ യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കുന്നു. പിന്നെ ഈ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിന് മാറ്റപ്പെടാനായിട്ട് എന്താ വരിക, രോഗം വരും. രോഗം അതുകൊണ്ട് തന്നെയാ പറയാം. പിന്നെ ആയുസ്, ശരീരം ഇവിടെ നിലനിൽക്കണമെങ്കിൽ ആയുസ് വേണ്ടി. അപ്പൊ ആയുസിനെ ആ ഭാവം കൊണ്ടാ പറയുന്നത്. കണക്റ്റഡ് ആണ്. പിന്നെ ഈ ശരീരത്തിന് ഇവിടെ ഈ ജന്മത്തില് എന്തൊക്കെ അംഗീകാരങ്ങൾ കിട്ടും, അതുകൊണ്ട് കീർത്തി ഈ ആൾക്കല്ലേ കീർത്തി വരും. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് 1-ാം ഭാവം കൊണ്ട് പറയുക. അപ്പൊ 2-ാം ഭാവം ആകുമ്പോഴത്തേക്ക് അടുത്ത ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്താ ആഹാരം കഴിച്ചു തുടങ്ങുമല്ലോ, ആദ്യം വേണ്ടത് അതാണ്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇനി ആഹാരം ഉണ്ടാകാനുള്ള ധനം വേണം. പിന്നെ ഈ കുട്ടി എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഓരോ ഭാവത്തിന്റെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഏതൊക്കെ റോളുകൾ അഭിനയിക്കുന്നുണ്ടോ ആ വ്യക്തികൾക്കൊക്കെ നിശ്ചയിക്കപ്പെട്ടതാ പ്രധാന മാറ്റങ്ങൾ നമ്മളുടെ വ്യക്തി എന്നുള്ള നിലയ്ക്കും നമ്മളൊരു പിന്നെ ബന്ധു അവരുമായിട്ട് എങ്ങനെ ഒരു സുഹൃത്താണെങ്കിൽ സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തൊക്കെ സുഖദുഃഖങ്ങൾ അനുഭവിക്കണം എന്നുള്ളത് നമ്മുടെ ജാതകത്തെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചുള്ള വ്യക്തികൾ നമ്മുടെ എപ്പോഴും പറയുന്ന പോലെ സമയബന്ധിതമായിട്ട് വരും. അതായത് പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് സുഖമോ ദുഃഖമോ തന്ന് നമ്മളെ ജീവിതത്തിൽ നിന്നും മാറ്റും, ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറ്റങ്ങളാണല്ലോ എപ്പോഴും വേണ്ടത്. അപ്പം നമ്മളെ ശരിക്കും മാറ്റുന്നത് നമ്മളോട് സൗഹൃദമായി പെരുമാറുന്നവരല്ല, ശരിക്കും നമ്മൾക്ക് പെയിൻ തരുന്നവരാണ് നമ്മളെ ഗ്രോത്തിന് സഹായിക്കുന്നത്. ശരിക്കും ആ ഒരു പലപ്പോഴും ഈ റിലേഷൻഷിപ്സും ഇവോൾവ് ചെയ്യുമല്ലോ. ആദ്യത്തെ ഒരു റിലേഷൻഷിപ്പിന്റെ സ്വഭാവമായിരിക്കില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ. ചിലപ്പോൾ ഒരു ഇന്റൻസിറ്റി ആദ്യം കുറവും പിന്നെ കൂടുതലും, അല്ലെങ്കിൽ ആദ്യം ഭയങ്കര കൂടുതലും പിന്നെ അതങ്ങ് വെയിൻ ഓഫ് ചെയ്തിട്ട് ഭയങ്കര നമുക്ക് അത്ര ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു അവസ്ഥ കർമ്മത്തിന്റെ പീരീഡ് കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ എനിക്ക് ഇതിൽ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോഴാണ്, സ്റ്റക്ക് ആയിരിക്കുമ്പോഴാണ് പിന്നെ പ്രശ്നങ്ങൾ വരിക, പെയിൻ പ്രശ്നങ്ങള്, വഴുക്ക്, ദേഷ്യം എല്ലാം. അല്ലെ അതും കഴിഞ്ഞ് ട്രാൻസെൻഡ് ചെയ്തിട്ടൊരു സമയം വരൂലേ, നമ്മൾ അധികം ബാധിക്കാത്ത അതുണ്ട്. പക്ഷെ വളരെ ഇതായിട്ടുള്ള ഒരു വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻസ് ആയിട്ടുള്ള ഒരു ഈ ശരിക്കും നമ്മുടെ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സിന് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഏത് ദശാകാലത്താണ് നമ്മളുടെ ലൈഫ് പാർട്ട്ണറിന്റെ അവരുടെ ഒരു സാന്നിധ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യണേ, അല്ലെങ്കിൽ അവരുടെ യോഗം അവരുടെ ആയിട്ടുള്ള കണക്ഷൻ ഒക്കെ നമ്മൾ ഏറ്റവും 7-ാം ഭാവവുമായിട്ട് ബന്ധപ്പെട്ട കാലത്ത് അതായത് 7-ാം ഭാവത്തിൽ ഏത് നിൽക്കണു എന്നുള്ള 7-ാം ഭാവത്തിൽ ഏത് ഗ്രഹം നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചായിരിക്കും ആകമൊത്തം ജീവിതത്തിൽ അവരുടെ അനുഭവം. ശുഭഗ്രഹങ്ങളിൽ നിന്നാൽ ശ്രേഷ്ഠമായിട്ടുള്ള അനുഭവം ഉണ്ടാകും, പാപഗ്രഹങ്ങളിൽ നിന്നാൽ ദുഃഖം ഉണ്ടാകും. അത് അവരുടെ ജാതകം അനലൈസ് ചെയ്യുമ്പോഴേ നമുക്ക് പറയാൻ പറ്റും. ഒരു ബ്ലാങ്കറ്റ് റൂൾ ഒരിക്കലുമില്ല. അസ്ട്രോളജിക്ക് അങ്ങനെ ഒരു റോളില്ല. കാരണം എല്ലാം പരസ്പര കോമ്പിനേഷൻ കൊണ്ടാണ്. എപ്പോഴും ആളുകൾ ചോദിക്കും ഈ ഗ്രഹം അവിടെ നിന്നാലോ, എവിടെ നിന്നാലും ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നിൽക്കുന്നു, ഏതൊക്കെ ഗ്രഹങ്ങളുടെ കോമ്പിനേഷനോട് കൂടി നിൽക്കുന്നു എന്നുള്ളത് അനലൈസ് ദൃഷ്ടിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൃഷ്ടി മാത്രമല്ല, ആ ഗ്രഹം ഇവിടെ നിൽക്കുന്നു, ആ ഗ്രഹത്തിന്റെ ഏത് ഗ്രഹത്തിന്റെ അധിപനായിട്ട് നിൽക്കുന്നു, ഏത് ഗ്രഹത്തിന്റെ യോഗത്തോടെ നിൽക്കുന്നു, ഏത് ഗ്രഹത്തിന്റെ രാശിയിൽ നിൽക്കുന്നു, ഇനി ഒരു അനവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം കൂടെ കോറിലേറ്റ് ചെയ്തിട്ടാണ് അതിന്റെ ഒരു ഫലം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും. എൻ്റെ ഡൗട്ട് ആക്ച്വലി ഇതായിരുന്നു. മുമ്പ് ഏതോ ഒരു എപ്പിസോഡിലോ അല്ലോ നമ്മൾ സംസാരിച്ചപ്പോഴും എന്തോ ഒരു രാഹുർ ദശ വന്നത് കൊണ്ടാണ് ആ സമയത്ത് ആ സമയത്ത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്, പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു. തീർച്ചയായിട്ടും രാഹുവും കേതുവും പാസ്റ്റുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കളക്റ്റീവ് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ അതുപോലെ ഏത് വരുമ്പോഴാണ് നമ്മുടെ പാർട്ട്ണറിന്റെ വരണമെന്നാണ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം വിവാഹത്തെ പറ്റി പറയുമ്പോൾ കാരക ഗ്രഹം എന്ന് പറയും. പുരുഷന്റെ ജാതകത്തിൽ ശുക്രനാണ് ഭാര്യയുടെ കാരകൻ അല്ലെങ്കിൽ വിവാഹത്തെ കാണിക്കുന്നത്. അതുപോലെ സ്ത്രീയുടെ ജാതകത്തിൽ വ്യാഴം എന്ന് പറയുന്ന ഗ്രഹമാണ് ഭർത്തൃകാരകൻ. അത്രയേ ഉള്ളൂ. വ്യാഴം നന്നായി നിന്നാൽ ഭർത്താവിനെ കൊണ്ടുള്ള അനുഭവം കുറച്ച് നന്നായിരിക്കും.
എന്നാണ്. പക്ഷെ 7 ശുഭഗ്രഹങ്ങളൊക്കെ നിന്നില്ല, 7ാം ഭാവമായിട്ട് വ്യാഴത്തിന് ബന്ധമില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അസ്ട്രോളജിയിൽ അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം എല്ലാം കോമ്പിനേഷൻ കൊണ്ട് മാറും. അതുകൊണ്ടാണ് എപ്പോഴും ഈ 2 കാര്യം, ഒരു കാര്യം 4 പേരോട് ചോദിച്ചാൽ 4 വിധത്തിൽ ഒരു പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാവർക്കും, ലൈക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു തിരിച്ചറിയുമ്പോഴാണ് ഇത് ഇങ്ങനെയുള്ള ഓക്കെ ഇന്നത് കൊണ്ടാണ് എനിക്ക് ലൈക്ക് ഇങ്ങനെ ഒരു അത് അനലൈസ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ട് അതിന് സൊല്യൂഷൻസ് തീർച്ചയായിട്ടും സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ മാറേണ്ടതുണ്ട്. അതാണ് ആദ്യത്തെ സൊല്യൂഷൻ. അതായത് ഇങ്ങനെയുള്ള അനുഭവമാണ് നമുക്ക് വിധിച്ചിരിക്കുന്നത്, അപ്പൊ നമ്മൾ എങ്ങനെ മാറണം എന്നുള്ളത് ആ ഒരു കാര്യം. അത് കാര്യമില്ല. അപ്പൊ നമ്മൾ എങ്ങനെ മാറണം? ഇപ്പൊ നിരന്തരം വഴക്കുണ്ടാക്കുന്ന ഒരു പിന്നെ ഭാര്യയാണെങ്കിൽ അത് അവരുടെ ജാതകത്തിൽ ഇങ്ങനെയുള്ള ഒരു ഗ്രഹം നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഒന്ന് ഭർത്താവ് ഒന്ന് മനസ്സിലാക്കി തൽക്കാലം എന്താണ് ചെയ്യേണ്ട സൊല്യൂഷൻ ആദ്യം നോക്കിയിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്കിലും അവയർനെസ് കൊണ്ട് ഒരുപാട് മാറാൻ പറ്റും. അതാണ്. ഓക്കെ, അപ്പം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് വ്യക്തികൾ മാത്രമല്ല, ചില സ്ഥലങ്ങളിൽ പോലും വ്യത്യാസം ഉണ്ടെന്നാണ്. അതെല്ലാത്തിലും നമ്മുടെ ലൈഫിലൊരു ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം നമുക്ക് പോസിറ്റീവ് ഉണ്ടാവാം, അല്ലെങ്കിൽ അത്ര പോസിറ്റീവ് അല്ല, നെഗറ്റീവ് എന്നുള്ള വാക്ക് ഞാൻ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മളുടെ കർമ്മം അനുസരിച്ച് നമുക്ക് വരേണ്ട അനുഭവങ്ങൾ സമയബന്ധിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് ആൾക്കാർ കടന്നു വന്ന് ഉറപ്പായ അനുഭവം നമ്മളിൽ എത്തും എന്നുള്ളൊരു തിരിച്ചറിവ്, ആ ബോധത്തോടു കൂടി നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സാഹചര്യങ്ങളെ കുറച്ചുകൂടി സമചിത്തതയോടുകൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരയ്ക്കും നമസ്കാരം.